പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ചാനലിലെ വെരി ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ആരാ എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കൂടെ എന്താണ് ഏതാണ് എന്നൊക്കെ പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ബോറിങ്. സോ ഞാൻ ഓർത്തു ലെറ്റ്സ് മേക്ക് എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആരാണ് എന്താണ് എവിടെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാന്ന്. സോ എനിക്കിന്ന് യൂണി ഉണ്ട്. അപ്പം ഞാൻ യൂണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയെ കാര്യങ്ങളൊക്കെ പറയാം. സോ ഇതൊരു ബെസ്റ്റ് വീഡിയോ ഒന്നും അല്ലായിരിക്കും, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ദ ബെസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ യൂണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. എനിക്ക് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, ഞാൻ ദേവിക ആൻഡ് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ബട്ട് നൗ ഐ എം എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇൻ ദി UK ഡൂയിങ് മൈ MSc. സോ ഞാൻ കോവൻട്രി എത്തി. ഞാൻ കോവൻട്രി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാൻ UK വന്നിട്ട് ലൈക്ക് ഒരു 3-4 months ആയി. ഞാൻ ജാൻ ഇൻടേക്കിലാണ് വന്നത്. ആൻഡ് സോ ഫാർ UK ഈസ് ഫൈൻ. അറിയില്ല ഇനി എങ്ങനെ ആയിരിക്കുമെന്ന്. ഡെൻറ്റിസ്റ്റ് കഴിഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു ബിഗ്ഗസ്റ്റ് റിയാലിറ്റിയാണ് ആസ് എ ഡെൻറ്റിസ്റ്റ് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നാട്ടിലില്ലാന്ന്. അപ്പോഴാണ് ഞാൻ UK വന്നത്. UK വന്നു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാകും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ബി സക്സസ്ഫുൾ ഓവർ ഹിയർ. പിന്നെ എനിക്കിവിടെ നല്ലൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു റിലീഫാണ് നമ്മൾ വീടൊക്കെ മാറി നിൽക്കുമ്പം. അപ്പം ഞങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്തു നിന്നുള്ളവരാണ്. കുറച്ച് പേര് നോർത്ത് ഇന്ത്യൻസ് ആണ്, ഒരാൾ ശ്രീലങ്കനാണ്, ഒരാൾ നേപ്പാളാണ്. ഞങ്ങളെല്ലാവരും ടിഫിൻ ഉണ്ടാക്കിക്കൊണ്ട് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, കഴിക്കും. ഈ 2 days എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും മിസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത 2 days ആണ്. ഫസ്റ്റ് ആകെ 2 ദിവസമേ കോളേജ് ഉള്ളൂ. പിന്നെ അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ 2 ബ്രേക്കാണുള്ളത്, ഓരോ 2 hour ലെക്ചറിന് ഇടയ്ക്ക്. ആ 2 ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതൊരു റിലീഫാണ്. അപ്പം ഞങ്ങളെല്ലാവരും അത്രമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഒരു കോളേജ് ഡേ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇത് മിസ് ചെയ്യില്ല. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ബ്രേക്കിന് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് സെക്കൻഡ് ബ്രേക്കിന് ഇവിടെ ഹബ്ബുണ്ട്, ഹബ്ബിൽ പോയിരുന്ന് ചില്ല് ചെയ്യും. കോവൻട്രി യൂണിവേഴ്സിറ്റി അത്യാവശ്യം വാസ്റ്റാണ്, ഫുള്ള് സിറ്റിയിൽ സ്കാറ്റേർഡായി കിടക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ലെക്ചർ നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഹബ്ബ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹബ്ബിൽ വന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂരമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഹബ്ബിൽ വരാൻ നല്ലോണം നടക്കണം, നമ്മൾ വരില്ല. ഒരു 1 hour ബ്രേക്കിനൊക്കെ ആക്ച്വലി ഹബ്ബിൽ വന്നിരിക്കുന്നത് നല്ല. ഇങ്ങനെ സീറ്റിംഗ് ഏരിയാസ് ഉണ്ട് ഹബ്ബിൽ, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് ബീൻ ബാഗ് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യണമെങ്കിൽ ഹബ്ബിൽ വന്നിരിക്കാനാണ് നല്ലത്. പിന്നെ ലാസ്റ്റ് ഒരു 2 hour ലെക്ചർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെക്ചർ കൂടി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവാണ് വീട്ടിൽ. കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്. ഞാൻ എല്ലാവരും കൂടെ ആ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാൻ നോക്കുന്ന തത്രപ്പാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്. ഇതിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു ശ്രീലങ്കൻ കുട്ടിയുണ്ട്, അവളെയും കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ ഇംഗ്ലീഷും സംസാരിക്കും. ഹായ് ഗൈസ്, അപ്പം ക്ലാസ് കഴിഞ്ഞു. വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയുണ്ട്. UK വെതർ വളരെയധികം അൺപ്രഡിക്റ്റബിളാണ്. കഴിഞ്ഞ ആഴ്ച നല്ല വെയിലായിരുന്നു, പക്ഷേ ഈ ആഴ്ച അത്യാവശ്യം നല്ല തണുപ്പും മഴയുമാണ്. ഞാൻ കുട എടുത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് നടക്കട്ടെ. ഞാനിവിടെ UK വന്നിട്ട് ഒരു 3 to 4 months ആയി. എൻ്റെ 2 മോഡ്യൂൾ കഴിഞ്ഞ് 3ാമത്തെ മോഡ്യൂൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എനിക്കിവിടെ തോന്നിയ ഏറ്റവും ഒരു ഡിഫറൻസ്, ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ ഫ്രീഡം ടു ബി യോർ സെൽഫ്. നമ്മളായിട്ട് നടക്കുന്നതിന് തരുന്നൊരു ഫ്രീഡം ഉണ്ടല്ലോ. അതായത് ഞാൻ പഠിച്ചൊരു ഡെൻ്റൽ സ്കൂളിലാണ്. അവിടെ എനിക്ക് ഒന്നിനുള്ള ഫ്രീഡം ഇല്ലായിരുന്നു. എന്തിനും ഏതിനും ജഡ്ജ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് എൻവയോൺമെൻ്റ് ആയിരുന്നു. എല്ലാത്തിനും പേടിയായിരുന്നു. നമ്മളൊരു ഔട്ട് ഓഫ് ദി ബോക്സ് ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ പ്രൊഫസറാണെങ്കിലും എല്ലാവരും എല്ലാം ഭയങ്കര വെൽക്കമിങ് ആണ്. നമുക്ക് ഒരു സ്ട്രെസ്സോ അല്ല അവർക്ക് അപ്രോച്ച് ചെയ്യാനൊരു പേടിയോ ഹെസിറ്റേഷനോ അല്ലെങ്കിൽ അയ്യോ സാറായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാനൊരു പേടി അതൊന്നും നമുക്ക് വരില്ല. കാരണം അവർ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് വെക്കുന്ന ഒരു റിലേഷൻ എന്ന് പറയുമ്പം
അത്ര ചിൽ പില്ലാണ്, അത്ര കൂളായിട്ടാണ് അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അത് വളരെയധികം നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ കാമാക്കി വെക്കുന്ന ഒരുതരം ടീച്ചിങ് രീതിയായിട്ട് എനിക്ക് തോന്നി. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, അപ്പോൾ ഞാനൊരു കോഫി വാങ്ങി. സോ അപ്പോൾ ഞാൻ ട്രെയിൻ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് വാസ് ഓൾ അബൌട്ട് മൈ ഡേ ഇൻ മൈ ലൈഫ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തത്, ഇത് എങ്ങനെയായിരിക്കും എൻ്റെ ഔട്ട്കം എന്നൊക്കെ. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ആൻഡ് ഐ വിൽ ഹോപ്പ് ടു മേക്ക് ഗുഡ് വീഡിയോസ്. എനിക്ക് എപ്പോഴും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറേ ബാരിയേഴ്സ് കാരണം ഞാൻ അത് കുറേ നാൾ ചെയ്യാണ്ടിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്.